ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ തെരഞ്ഞെടുപ്പുകളിലെ കനത്ത തിരിച്ചടി, നയപരമായ പരാജയങ്ങൾ, ജനപ്രീതിയിലുണ്ടായ ഇടിവ് എന്നിവയെ തുടർന്ന് പാർട്ടിയിലെ 100-ലധികം എംപിമാരും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയിലും മന്ത്രിസഭയ്ക്കുള്ളിലും എതിർപ്പ് ശക്തമായതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച കിയർ സ്റ്റാമർ രാജി തീരുമാനം ചാൾസ് മൂന്നാമൻ രാജാവിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും പദവിയിലേക്ക് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയാണ് കിയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിലേറിയത്. ബ്രിട്ടന്റെ 58ാം പ്രധാനമന്ത്രിയായിരുന്നു സ്റ്റാമർ. രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന. മെയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടതു മുതൽ സ്റ്റാമറിന്റെ രാജിക്കായി പാർട്ടിക്കും മന്ത്രിസഭയ്ക്കുമുള്ളിൽ പടനീക്കം ശക്തമായിരുന്നു. ലേബർ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ആഭ്യന്തര പ്രശ്നങ്ങളും രാജിക്ക് കാരണമാണ്. 2024 അന്നത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനകിന്റെ നേതൃത്വത്തിലെ കൺസർവേറ്റീവ് പാർട്ടിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സ്റ്റാമർ അധികാരത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.